തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടും നേരിട്ട് തങ്ങളെ സംബോധന ചെയ്തുകൊണ്ടും ആരംഭിക്കുന്ന ചില സൂറത്തുകൾ ഇന്ന് നമ്മൾ പ്രത്യേകമായി ഓതിക്കേട്ടു. ആ ആയത്തുകളും സൂറത്തുകളും ഒക്കെ കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പരിശുദ്ധ ഗ്രന്ഥവുമായി മനുഷ്യകുലത്തിന് റസൂലായി നിയോഗിച്ചത്, നബിയായി അയച്ചത് അവർക്ക് വ്യക്തമായ ഒരു ജീവിത മാർഗത്തെ പരിചയപ്പെടുത്താനാണ്, പഠിപ്പിക്കാനാണ്, പരിശീലിപ്പിക്കാനാണ്. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. പരിചയപ്പെടുത്താനാണ്, പഠിപ്പിക്കാനാണ്, പരിശീലിപ്പിക്കാനാണ്. വെറും പ്രസംഗിക്കാൻ വേണ്ടിയല്ല, ക്ലാസ് എടുക്കാൻ എന്ന് നമ്മൾ പറയുന്ന പഠിപ്പിക്കലുമല്ല. പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ ഖുർആനിൻ്റെ ജീവിച്ചിരിക്കുന്ന പതിപ്പുകളായി ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടിമകളെ വളർത്തിയെടുക്കുക എന്നതായിരുന്നു, വാർത്തെടുക്കുക എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗ ദൗത്യമെന്ന് പറയുന്നത്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നൂൻ, ഏ നബിയേ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഏ നബിയേ, വൽ ഖലമി വമാ യസ്തുറൂൻ, വൽ ഖലമി വമാ യസ്തുറൂൻ, അറിവുകൾ, വിജ്ഞാനങ്ങൾ, അതിൻ്റെ പ്രതീകമായ അക്ഷരങ്ങൾ, അത് ഭൂമിയിൽ കുറിക്കാൻ ഉപയോഗിക്കുന്ന കലമുകൾ, പേനകൾ, ഇങ്ങനെ എല്ലാ വിഭവങ്ങളെയും വസ്തുക്കളെയും എണ്ണി എണ്ണി പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ്, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. താങ്കളുടെ റബ്ബിൻ്റെ നിഅമത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, അവൻ്റെ പ്രത്യേകമായ സംരക്ഷണം കൊണ്ട് ഒരിക്കലും താങ്കൾ ഒരു മജ്നൂനായി മാറിയിട്ടില്ല, ഒരു മജ്നൂനായി മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ ഒരു തത്വം പാടുന്നത് പോലെ പാടുകയല്ല, ഭ്രാന്തമായ നിലയിൽ പ്രസംഗിച്ച് ശബ്ദകോലാഹലം സൃഷ്ടിക്കുകയല്ല. വളരെ വ്യക്തമായ ഒരു ജീവിത ലക്ഷ്യത്തോടുകൂടി നിങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ നന്മയിലേക്ക് നയിക്കുകയാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. താങ്കൾ മഹത്തരമായ ഒരു സ്വഭാവത്തിൻ്റെ മേൽനേ ഉള്ളൂ. ബാക്കി എന്താ പറയേണ്ടത് മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ ഒരു സ്വഭാവത്തിൻ്റെ മേലാകുന്നു. മേലാകുന്നു എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം സ്വന്തം ജീവിതത്തിലൂടെ ഭൂമിയിൽ പ്രദർശിപ്പിച്ചു, പ്രകടിപ്പിച്ചു, പരിചയപ്പെടുത്തി അങ്ങയുടെ മുമ്പിൽ വന്ന് വിശ്വസിക്കുകയും അങ്ങയോടൊപ്പം സഹവസിക്കുകയും ജീവിക്കുകയും ചെയ്ത ആളുകളിലേക്ക് ആ സ്വഭാവത്തിൻ്റെ മാഹാത്മ്യത്തെ പകർത്തിക്കൊടുക്കുകയും ചെയ്തു. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഫസതുബ്സിറൂന വയുബ്സിറൂന ബിഅയ്യികുമുൽ മഫ്തൂൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നിങ്ങളുടെ റബ്ബിന് നന്നായിട്ട് അറിയാം ആരാണ് നന്മയുടെ വഴിയിൽ നിന്നും പിഴച്ചുപോയവർ, ആരാണ് യഥാർത്ഥ നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർ. ഇതൊക്കെ അള്ളാഹുവിനറിയാം, നിങ്ങളുടെ റബ്ബിനറിയാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ
നമ്മളിപ്പോൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ബാഹ്യമായ നിലയിൽ എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ, നമ്മളുടെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന ഇബാദത്തുകളോ, അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നില്ല. അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മുസ്ലിം ആകുന്നില്ല. അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടവനാകുന്നില്ല. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. അതുകൊണ്ട് ഫലാ തുതിഉൽ മുകദ്ദിബീൻ വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. അർത്ഥം ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കുക. അർത്ഥം വെക്കാൻ സമയമില്ലല്ലോ. ആയത്തുകളെ അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുന്ന ഭാഷയിൽ വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ ഇന്നലെ കുറച്ച് സമയം ഇങ്ങനെ നീട്ടുമ്പോൾ എൻ്റെ മോൻ ഇവിടെ നിന്ന് ഇങ്ങനെ തോണ്ടൽ തുടങ്ങി. ഇങ്ങനെ കാണിച്ചു. നിങ്ങളാരും തോണ്ടുമല്ലോ പേടിച്ചിട്ട്, ബഹുമാനം കൊണ്ട്. പക്ഷെ എൻ്റെ മോൻ തോണ്ടുമല്ലോ, നമ്മുടെ ഇമാമല്ലേ, അപ്പോൾ ഇമാമിന് തോണ്ടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തോണ്ടാൻ സാധ്യതയുണ്ട്. തോണ്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, കണ്ണുരുട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചില സൂചനകൾ മാത്രം പറഞ്ഞങ്ങ് നിർത്തും. നമ്മൾ ഇബാദത്തെടുക്കാൻ വന്നതാണല്ലോ പ്രിയപ്പെട്ടവർ. അള്ളാഹു നമ്മളെയൊക്കെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമുൽ. അള്ളാഹുവിനറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നേർമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ആരാണ് പിഴച്ചുപോയവർ. അതിനൊക്കെ നമ്മൾ സാധാരണ ബാഹ്യമായ ചില അർത്ഥങ്ങൾ കൊടുത്തങ്ങ് വിടലാണ്. എന്നാൽ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പരമാർത്ഥം പടച്ചവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, നമ്മുടെ ഈ ബാഹ്യമായ നിസ്കാരവും നോമ്പും അമലുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, നമ്മൾ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇസ്ലാമികമായ മുസ്ലിമീങ്ങളുടെ വേഷവിധാനങ്ങളും, ഇതുകൊണ്ടൊന്നും നമ്മൾ യഥാർത്ഥ മനുഷ്യനാകുന്നില്ല, യഥാർത്ഥ മുസ്ലിം ആകുന്നില്ല. ഞാനിത് പറയുന്നത് വെറുതെ അല്ല. അതിനുശേഷം ഓരോ ആയത്തുകളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസി ആരാണ്, നരകവാസി ആരാണ്, സ്വർഗവാസിയുടെ വിശേഷണം എന്താണ്, നരകവാസിയുടെ വിശേഷണം എന്താണ്. നമ്മളുടെ വീക്ഷണത്തിൽ സ്വർഗവാസി എന്ന് പറഞ്ഞാൽ രാത്രി 23 റക്അത്ത് ഇവിടുന്ന് നിസ്കരിച്ചു, ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 12 മണിക്കൂർ അടുത്ത നിസ്കാരം തുടങ്ങും. അത് ഇതിനേക്കാളും ദീർഘമായി ഖുർആൻ ഓതിയിട്ടാണ്. 12 മണിക്ക് ദീർഘമായി ഓതി നിസ്കരിക്കുന്ന നിസ്കാരം തീർന്നാൽ ഉടനെ അടുത്ത വീണ്ടും 3:15-3:30 മണിക്ക് നമ്മൾ വീണ്ടും നിസ്കാരം തുടങ്ങും. നമ്മുടെ വിചാരം അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ സ്വർഗത്തിൽ പോകേണ്ട അമലുകൾ തന്നെയാണ്. പക്ഷേ നീളമുള്ള നിസ്കാരങ്ങളും അതുപോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം ലഭിക്കുമോ എന്നതാണ് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, ഇന്നത്തെ ആയത്തുകളിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. എത്ര സൂറത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നോക്കി, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. തീർന്നല്ലോ, ഇനി ഒരു ജുസുവും കൂടെ ഓതിയാൽ ഖത്തം തീർന്നു. അള്ളാഹു നമ്മുടെ ഖത്തമിനെ കബൂലാക്കി തരുമാറാകട്ടെ. എത്ര സൂറത്തുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാ സലകകും ഫീ സഖർ قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين. നരകവാസികളെ സന്ദർശിച്ച് സംബോധന ചെയ്തുകൊണ്ട് അവരോട് ചോദിക്കുന്നു, മാ സലകകും ഫീ സഖർ, എന്തേ നിങ്ങൾ ഇവിടെ വന്നു പോയത്? മാ സലകകും ഫീ സഖർ, എന്താ ഇവിടെ വന്നത്? ഇവിടെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് അവർ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, ഞങ്ങൾ ഭൂമിയിൽ നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിസ്കരിച്ചില്ല. എന്തിനാ അത് പറയുന്നത്? ഞാൻ പ്രസംഗിച്ച് തീരുമ്പോൾ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് ആരും ചിന്തിക്കരുത്, ഇത്തിക്കാഫിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നാരും ചിന്തിക്കരുത്, ഖിയാമുൽ ലൈൽ നടത്തണ്ട എന്നാരും ചിന്തിക്കരുത്. വേണം. ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കാരം നിർവഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എങ്ങനെയാണ് നിസ്കരിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്.
പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുന്നു, ഓരോ ആയത്തുകളും മണിക്കൂറുകളോളം ഇരുന്ന് നമ്മൾ ആത്മാർത്ഥമായി വായിച്ചു പഠിക്കണം. എന്നാലാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് അസറുണ്ടാക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ വർത്താനം നമ്മുടെ കാതുകളിൽ അസറുണ്ടാക്കുന്നു എന്നത് ശരിയാണ്, പക്ഷേ ഹൃദയത്തിൽ അസറുണ്ടാകണം, ജീവിതത്തിൽ അതിൻ്റെ അസറുണ്ടാകണം, അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണണം. എന്ത് നിസ്കാരമാണ്? ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. ഇതൊക്കെ ഇന്ന് ഓതിക്കട്ട ആയത്തല്ലേ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ ഇല്ലൽ മുസല്ലീൻ. മനുഷ്യൻ പൊതുവായ നിലയിൽ അവൻ്റെ പ്രകൃതം പരിശോധിക്കുമ്പോൾ അവൻ ഒരുതരം വെപ്രാളത്തിൻ്റെയും ബേജാറിൻ്റെയും ഒക്കെ ആളാണ്. അങ്ങനത്തെ പടപ്പാണ് അവൻ. വെപ്രാളം ബേജാറെന്നൊക്കെ ഞാൻ എനിക്ക് അറിയുന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകതരം പടപ്പാണ്. എന്താ കാരണം എന്നറിയോ? ഇത് അമസ്സഹു ശർറു ജസൂഅൻ വഇദാ അമസ്സഹുൽ ഖൈറു മനുഅ. ഇദാ അമസ്സഹു ശർറു ജസൂഅൻ വഇദാ അമസ്സഹുൽ ഖൈർ. മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന സ്മൂത്തായിട്ട് കാര്യം അങ്ങ് പോയാൽ എല്ലാവർക്കും സന്തോഷമാണ്. ഇന്നലെ നമ്മൾ മഴ പെയ്തിട്ട് തൽക്കാലം ആഹാരത്തിൻ്റെ ചെമ്പിൽ വെള്ളം കയറിപ്പോയി, അതുകൊണ്ട് ഇന്ന് രാത്രി ഭക്ഷണം ഇല്ല എന്നങ്ങനെ പറഞ്ഞു പോകാൻ നമ്മളൊന്നും ആലോചിക്കും. അങ്ങനെയാണല്ലോ. ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈർ. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ, അവൻ എന്തെങ്കിലും ഷർറുകൾ സംഭവിക്കുമ്പോൾ അവൻ വല്ലാതെ വിപ്രാളത്തിലാവും, വിഭ്രാന്തിയിലാവും, ആളാകെ മാറും. അതുവരെ ഉണ്ടായിരുന്ന നിസ്കാരവും നോമ്പും സലാത്തും സിക്കുറും എല്ലാം അങ്ങ് പോവും. ഞാൻ തമാശക്കല്ല എൻ്റെ അനുഭവം. തമാശക്ക് നിസ്കാരം കഴിഞ്ഞ് എല്ലാം ഭയങ്കര ഫിക്രോടുകൂടി സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പ് നോക്കിയപ്പോൾ ചെരുപ്പ് അലാക്കിൻ്റെ ആൾ, എന്തിനാ ഇവനെല്ലാം ഇങ്ങനെ നിസ്കരിക്കാൻ വരുന്നത്? അപ്പോൾ എല്ലാം പോയി. എന്നോട് ഒരു വലിയ ദീനിയായ ഒരാൾ പറഞ്ഞ, ഉസ്താദേ എല്ലാം ഡിസോർഡറായി. ഞാൻ അയാളെ ഇപ്പോഴും ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത്. എല്ലാം ഡിസോർഡറായി. എന്താ കാര്യം? ഇത്രയൊക്കെ പ്രസംഗമെല്ലാം കേട്ട്, ഇത്രയൊക്കെ ഞാൻ ഈത്തിക്കാഫില്ലായിരുന്നു, ദുആയെല്ലാം ചെയ്ത് എല്ലാം ശരിയായി, പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ചെരുപ്പ് കാണുന്നില്ല, എല്ലാം ഡിസോർഡറായി. ആ ഡിസോർഡർ ഇപ്പോഴും എൻ്റെ സുഹൃത്തായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ. ഇനി എന്തെങ്കിലും ഖൈറ് കിട്ടിയാലോ? ഖൈറ് കിട്ടിയാൽ മനുഅ, ആരും അറിയരുത് കേട്ടോ, ആരും അറിയരുത്. നമുക്കിത് കിട്ടിയ കാര്യം ആരും അറിയരുത്. എന്താ അറിഞ്ഞാൽ കുഴപ്പം? അവൻ ചിലപ്പോൾ വായ്പ വയ്ക്കാൻ വന്നാലോ, അതിൻ്റെ ഒരു പങ്ക് വയ്ക്കാൻ വന്നാലോ, ലേശം നോക്കട്ടെ എന്ന് ചോദിച്ചാലോ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ സാധനത്തെക്കുറിച്ചിട്ട് മനുഅൻ ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കും, മനുഅൻ തടഞ്ഞു വെക്കും. എത്ര ആയത്തിലാണ് പറഞ്ഞത്? ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ സിഫാത്തുകളെ കുറിച്ചിട്ടാണ് നമ്മളോട് പ്രസംഗിച്ചത്, ഓതിക്കൽപ്പിച്ചത്. മനുഷ്യൻ്റെ ഈ പ്രകൃതം അത് പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്ത് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ തുല്യമാണ്. പക്ഷേ ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാരൊഴികെ എന്നാണ്. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാണെങ്കിൽ അവന് പിന്നെ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവനൊരിക്കലും ഡിസോർഡർ ഒന്നും ആവില്ല. അവനൊരിക്കലും എന്തെങ്കിലും ഖൈറ് കിട്ടുമ്പോൾ അതിനെ തടഞ്ഞു വെക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നവനല്ല. എപ്പോഴാ? അവൻ മുസല്ലിയാകണം, നിസ്കാരക്കാരൻ. അതാണ് നിസ്കാരത്തിൻ്റെ ഒരു സിഫത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയായി ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഒരുപാട് ആയത്തുകൾക്ക് ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, കേൾക്കാനുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു നോമ്പും കൂടെ, ഒരു 30 ദിവസവും കൂടെ പടച്ചവനാണ്. ശവ്വാൽ മാസവും കൂടെ അങ്ങ് നോമ്പാക്കുകയും എല്ലാ രാത്രിയും ഈത്തിക്കാഫിരിക്കുകയും ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഖുർആൻ കുറച്ചെങ്കിലും പഠിക്കും. ഒരു 30 ദിവസം കിട്ടിയിട്ട് ഒന്നും പഠിച്ചില്ലല്ലോ, ഇതൊന്നും പഠിച്ചില്ല. അള്ളാഹു നമുക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ ബാഹ്യമായ ഏതെങ്കിലും ഒരു കോലങ്ങൾ അനുഷ്ഠിച്ചതിൻ്റെ പേരിൽ മാത്രം നമ്മളങ്ങ് അംഗീകരിക്കപ്പെട്ടവരാവുകയില്ല, സ്വീകരിക്കപ്പെട്ടവരാവുകയില്ല, പുണ്യവാളന്മാരാവുകയില്ല. അള്ളാഹു പറയാം, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. ഖുർആനല്ലേ പറയും, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. മനസ്സിലാക്കിക്കൊള്ളണം മനുഷ്യരെ, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖം തിരിച്ചു വെക്കുന്നതിനെ അല്ല പുണ്യം എന്ന് വിളിക്കേണ്ടത്. അതാണ് പുണ്യം എന്നാരും തെറ്റിദ്ധരിക്കരുത്. അതാണ് പുണ്യം എന്ന് തെറ്റിദ്ധരിക്കരുത്.
അള്ളാഹു വ്യക്തമായി പറയാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. അടുത്ത സൂറത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ എന്തുകൊണ്ട് അവർ മോശക്കാരായി, എന്തുകൊണ്ട് മോശക്കാരായി? അവർക്ക് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നൊന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ തുറക്കല്ല, അല്പം കഴിയട്ടെ, നമ്മളൊന്ന് കഴിച്ച് കഴിയട്ടെ, കൈ കഴുകട്ടെ, കൈ സോപ്പിട്ട് കഴുകട്ടെ. കാരണം പോയി വാതിൽ തുറന്ന് അവന് കൈ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മണത്താൽ അവനെ കൂടെ ക്ഷണിക്കണ്ടേ, വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ക്ഷണിക്കണ്ടേ. നമ്മൾ വലിയ മുത്തശ്ശിയായിട്ട് അവനെ ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നത് അടുക്കളയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കേട്ടാൽ ഓള് നമ്മളെ കറുത്ത് മുറിച്ച് വെക്കൂലേ, എന്തും കണ്ടിട്ടാണ് നിങ്ങൾ ആളെല്ലാം വിളിച്ച് കയറ്റുന്നതെന്ന് ചോദിക്കൂലേ. അങ്ങനെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തും കണ്ടിട്ടാണ് ഇങ്ങനെ ആളെല്ലാം വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി. അതുകൊണ്ട് നമ്മൾ തിന്ന് കഴിഞ്ഞ് കൈ കഴി സോപ്പിട്ട് 2-3 പ്രാവശ്യം കഴി, മണമൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ കൈ എഴുതുന്നതിൻ്റെ അടുത്ത് നല്ല പെർഫ്യൂം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതെടുത്തൊന്ന് കൈ പുരട്ടും, എന്നാൽ പിന്നെ അവർക്ക് ഞാൻ കഴിച്ചിട്ട് വരാൻ തോന്നണ്ടല്ലോ. എന്നെക്കുറിച്ച് പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും പരാതിയില്ലല്ലോ. ഞാനും എൻ്റെ ഭാര്യയും ബലിയാടാകാം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? പ്രിയപ്പെട്ടവർ, അല്ലാഹു ഖുർആനിൽ ഇതൊക്കെ നമുക്ക് രസകരമായ നിലയിൽ പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യത്വപരമായ കുറേ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പുണ്യവാളന്മാരാകുന്നത് എന്ന് പടച്ചവൻ വ്യക്തമായി പറയുന്ന ആയത്തുകളാണ് ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നത്. ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയം പഠിക്കണം. നമ്മൾ ഈ നിസ്കരിക്കുന്നതും എത്തിക്കാഫിരിക്കുന്നതും നോമ്പെടുക്കുന്നതും പ്രസംഗിക്കുന്നതും ഖുർആൻ ഓതുന്നതും ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു നല്ല സ്വഭാവ രീതി ഉണ്ടാക്കും. വഇന്നക അലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞില്ലേ? വഇന്നക അലാ, അങ്ങനത്തെ ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രണ്ടാമത്തേത്, നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് ചെന്നെത്താൻ കഴിയുമെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമ്മളോട് പറയിപ്പിക്കുകയാണ്. നമ്മൾ പൊതുവെ എന്താ വിചാരിക്കുന്നത്? അള്ളാഹിൻ്റെ റസൂല്, അല്ലേ? അള്ളാഹിൻ്റെ റസൂല്, ഔലിയാക്കന്മാർ, സലഫുസാലിഹ്യങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ അവരൊക്കെ ആയതുപോലെ നമുക്കാകാൻ പറ്റുമോ? നമ്മൾ സാധുക്കളല്ലേ, നമ്മൾ സാധുക്കൾ. അങ്ങനെയല്ല. ഈ പറയുന്ന എല്ലാ മഹാത്മാക്കളും സഞ്ചരിച്ചെത്തിയ ആ ഉയർന്ന രംഗത്തേക്ക് നമ്മളെയും കൊണ്ടെത്തിക്കുക എന്നതാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ലക്ഷ്യം. അത് ഓതുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. അബൂ ഉമാമ, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ, നിർത്തണമെന്നുണ്ടെങ്കിൽ പറയണം, പറഞ്ഞാൽ ഞാൻ തീരെ നിർത്താതിരിക്കുക. പറഞ്ഞാൽ അബൂ ഉമാമ എന്ന പേരിൽ ഒരു സഹാബിയുണ്ട്, മഹാനായ പ്രസിദ്ധനായ സഹാബി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരാൾ വന്നിട്ട് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ സ്വപ്നത്തിൽ കണ്ടു. എന്താ സ്വപ്നത്തിൽ കണ്ടത്? ഞാൻ താങ്കളെ സ്വപ്നത്തിൽ കണ്ടത് നിങ്ങൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഒക്കെ 4 ചുറ്റും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റഹ്മത്ത് പൊഴിക്കുന്നു, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ അരക്കുന്നു, മലക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹാശിസുക്കൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? അബൂ ഉമാമ എന്ന പ്രസിദ്ധനായ സഹാബിയുടെ ഒരു നല്ല സുഹൃത്ത് വന്നിട്ട് പറയാം, എനിക്ക് സ്വപ്നത്തിൽ കണ്ടതാണ്, താങ്കൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ മലക്കുകൾ 4 ഭാഗത്തു നിന്ന് വന്ന് നിങ്ങൾക്ക് സലാത്ത് പറയുന്നു, നിങ്ങൾക്ക് സലാം പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ എന്നെപ്പോലത്തെ മുയിലാറാന്ന് എന്താ മറുപടി പറയണം? അങ്ങനെയൊക്കെ ആവണമെങ്കിൽ കുറച്ച് മെനക്കെടണം, നീളക്കുപ്പായും വലിയ തലപ്പാവും 2 കെട്ടും കുറച്ചിങ്ങനത്തെ വാളും നസീഹത്തും. ഞാൻ 16 വർഷം ഇൽമു പഠിച്ചിട്ടുണ്ട്, 16 വർഷമെങ്കിലും പഠിക്കണം. അങ്ങനെയൊക്കെ ആയാലാണ് ആ മർത്തബയിൽ എത്തുക. അങ്ങനെ എത്താൻ എല്ലാവരെ കൊണ്ടും സാധിക്കുമൊന്നുമില്ല. എന്നെപ്പോലെ നീ പീടികയിൽ പോയിരുന്നാൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിരുന്നാൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നാലൊന്നും അവിടെ നിന്ന് എത്താനൊന്നും കഴിയില്ല എന്നല്ലേ നമ്മൾ പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒന്ന്, ഞാൻ അങ്ങനെ വലിയ ആളായി എന്ന ധാരണയോടുകൂടി അഹങ്കാരം പറയുകയല്ല. രണ്ടാമത്തത്, നിങ്ങൾ അത്ര മോശക്കാരനൊന്നുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ മറുപടികളൊക്കെയായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അവர்கள் ആ സ്നേഹിതനോട് എന്താ പറഞ്ഞെന്നറിയോ? അതിനിപ്പോൾ എന്താ അത്ഭുതപ്പെടാനുള്ളത്? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ആകാലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ ആകാമല്ലോ. പറ്റുമോ? ആകാലോ? പറ്റുമോ? പറ്റൂന്നാ പറയുന്നത്. പറ്റൂന്ന് ഞാൻ പറയുന്നതല്ല, നമ്മുടെ റബ്ബ് പറയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. എത്ര സുന്ദരമായ വചന ഖുർആൻ!
ഖുർആൻ അങ്ങനെ വെറുതെ ഓതി പഠിക്കാനല്ല, ഇങ്ങനത്തെ സന്ദർഭത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ആശയത്തെയും അർത്ഥത്തെയും ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. ആ സഹാബി പറഞ്ഞു കൊടുക്കുക, നീ വിചാരിച്ചാൽ നിനക്കും വളരെ ഈസിയായിട്ട് അങ്ങനെ ആകാം. അതെങ്ങനെയാ? അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അള്ളാഹുവിനെ അധികമായി ദിക്ർ ചെയ്യണമേ. ഇന്നത്തെ സൂറത്ത് ദഹറിലൊക്കെ നമ്മൾ കേട്ടില്ലേ? അതൊക്കെ കേട്ടില്ലേ അല്ലേ? ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അധികമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായി അവനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യണം. അത് വർദ്ധിപ്പിക്കണം, നിങ്ങൾ അത് വർദ്ധിപ്പിക്കണം. കുറച്ച് സമയം അതിനുവേണ്ടി മെനക്കെടണം, കുറച്ച് സമയം ദിക്ർ ചെയ്യണം, അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ സ്മരിക്കണം. അങ്ങനെയാണെങ്കിൽ ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, അവൻ അള്ളാഹു നിങ്ങളുടെ മേൽ അനുഗ്രഹം പൊഴിക്കും, മലക്കുകളും നിങ്ങളുടെ മേൽ അനുഗ്രഹം. ഇത് അള്ളാഹ് പറഞ്ഞല്ലേ? അള്ളാഹു പറഞ്ഞതിനനുസരിച്ചിട്ട് ഞാൻ അമൽ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ നല്ലൊരവസ്ഥയുണ്ടായി. അത് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടു, അത്ഭുതപ്പെടാനൊന്നുമില്ല, നിങ്ങൾക്കും പറ്റും. ശ്രമിച്ചാൽ നിങ്ങളും അങ്ങോട്ടെത്തും. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഖിദ്മത്ത് എടുക്കുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവിടെ പോയി ബഹുമാനത്തോടെ നിൽക്കും, വെള്ളം കൊണ്ട് കൊടുക്കും, വുളുവിൻ്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും. പാതിരാത്രിയിൽ തങ്ങളെ ഖിദ്മത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഖിദ്മത്തൊന്നും ഇപ്പോൾ ഇല്ല, വളരെ വിരളമാണ്, ആർക്കും അതിൽ താല്പര്യവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആ സഹാബി ഒരു ദിവസം പാതിരാത്രിയിൽ അങ്ങനെ ഖിദ്മത്ത് എടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് മനസ്സുകൊണ്ട് അദ്ദേഹത്തോട് ഒരു അനുകമ്പയുണ്ടായി. അങ്ങനെയാണല്ലോ മനുഷ്യനല്ലേ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സേവിക്കുന്ന ആളുകളോട് ചില സമയത്ത് നമ്മൾ മനസ്സ് തുറന്ന് ചിലത് പ്രകടിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോടുള്ള മുഹബ്ബത്തിൻ്റെ പേരിൽ പാതിരാത്രിയിൽ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കൂ, ഞാൻ തരാം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചോദിച്ചോ, ഞാൻ തരാം എന്ന് പറഞ്ഞു. ഇപ്പം മദീനയിലാണ്, നീ ചോദിക്കുന്നതൊക്കെ എനിക്ക് തരാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും ആ സഹാബി എന്താ ചോദിക്കേണ്ടത്? നബിയെ, കുറേ ദിവസമായി ഞാനിങ്ങനെ രാത്രിയും പോലെ ഇവിടെ വന്ന് ഖിദ്മത്തെടുക്കുന്നു, പുരക്ക് വാങ്ങാൻ കഴിയില്ല, കാരണം പുരക്കല പട്ടിണിയാണ്, സാമ്പത്തിക വിഷമാണ്, മക്കൾ പ്രായമായി, കല്യാണം കഴിഞ്ഞിട്ടില്ല, പുരയെടുക്കാൻ വിചാരിച്ചിട്ട് കുറേ കാലമായി, ഇപ്പോഴും വാടക വീട്ടിലാണ്, അതുകൊണ്ട് ഒരു പുര വേണം, കല്യാണം മുടക്കണം, ഇങ്ങനെയൊക്കെയല്ലേ പല ആവശ്യം. നമുക്ക് മനുഷ്യൻ്റെ ആവശ്യം അതൊക്കെ നല്ലതുമാണ്, കുഴപ്പമൊന്നുമല്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, അധികമൊന്നും ആലോചിക്കാതെ ആ പ്രിയപ്പെട്ട സഹാബി ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? വേറെ ഒന്നും എനിക്ക് ചോദിക്കാനില്ല. ഇന്നി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒന്നുമില്ല, എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ പരിസരത്ത് ഇതുപോലെ വന്നു നിൽക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു ചാൻസ് എനിക്കുണ്ടാവണം. കാരണം അവിടെ അങ്ങ് മഖാമ മഹ്മൂദിനാണ്, ഉയർന്ന സ്ഥലത്താണ്, എനിക്ക് അവിടെ നിന്ന് എത്താൻ തന്നെ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ ചാൻസിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അങ്ങയോടൊപ്പം നാളെ സ്വർഗത്തിൽ വന്ന് ചേരാനുള്ള ഒരു ഭാഗ്യം കിട്ടണം, അതിനൊരു ചാൻസ്, അതിനൊരു ടിക്കറ്റ് തരണം എന്ന് പറഞ്ഞു. നമ്മുടെ ഭാഷ പറഞ്ഞ കുഴങ്ങില്ലേ അല്ലേ? റസൂല കുഴങ്ങില്ലേ? വേറെ എന്തെങ്കിലും ചോദിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലും ഏർപ്പാടാക്കായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ ലളിതമായ സിമ്പിളായ ഒരു ജീവിത രീതി, അഥവാ സ്വർഗം നേടാനുള്ള എളുപ്പ വഴി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത് സഹാബിയോട്? ആയിക്കോട്ടെ, സ്വർഗത്തിൽ പോകണമല്ലേ, എൻ്റെ ഒപ്പരം പറയണമല്ലേ, ഞാൻ റൂം എടുക്കുമ്പം ഒരു റൂം എനിക്കും കൂടെ ബുക്ക് ചെയ്യണമല്ലേ, അതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ റൂം എടുക്കുമ്പം ഒരു റൂം, അല്ലെങ്കിൽ ഞാനൊരു വില്ല ബുക്ക് ചെയ്യുമ്പം, ഒരു ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുമ്പം നിനക്കും കൂടെ ഒരെണ്ണം ബുക്ക് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ബുക്ക് ചെയ്യുക, ഞാനെ കൊണ്ട് ദ്വാരക്ക, ഞാൻ നിനക്ക് വേണ്ടി ദ്വാരക്ക, എൻ്റെ ഒപ്പരം കൂടിക്കോ, എൻ്റെ മുതുകിൽ പിടിച്ചാൽ എൻ്റെ കൂടെ അങ്ങ് വന്നാൽ മതി, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരാ, ഞാനിങ്ങനെ രസകരമായ എന്തെങ്കിലും തമാശ രൂപത്തിൽ പറയുന്നത് കാര്യം മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ നിരാശപ്പെടുത്തിയില്ല. നീ അവനവനെ കൊണ്ട് ആവുന്നത് ചോദിച്ചാൽ മതി. നമ്മളെന്താ പറയുക സാധാരണ, അവനവനെ കൊണ്ട് പൊന്തുന്നത് ചോദിച്ചാൽ മതി, ഈ പൊന്താത്തതൊന്നും ചോദിക്കാൻ നീ എടോ മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരു സുഹൃത്ത് ഒരു ദിവസം പറഞ്ഞു, ഉസ്താദേ, ഓൻ അങ്ങനെ കൊടുക്കല്ല, ഓൻ ഇത്രയും പൈസ ഒന്നിച്ചു പിടിച്ചാൽ ചിലപ്പോൾ ഓൻ്റെ നടുവ് പൂച്ചി പോകും, അതുകൊണ്ട് ഓൻ അത്രയും കൊടുക്കണ്ട. നമ്മളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞ, കാരണം ഇന്നെപ്പോലുള്ള ആളുകൾ പറ്റുന്നത് ചോദിച്ചാൽ പോരെ, ഈ പറ്റാത്തതൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഹബീബായ, അതുപോലെ രണ്ടാമത്, നീ ഒന്നും പേടിക്കണ്ട, എനിക്ക് രാത്രിയൊക്കെ ഖിദ്മത്തിലെത്താണല്ലേ, എൻ്റെ ഒപ്പരം കൂടിക്കോ, ഞാൻ അവിടെ നിന്നെ പരിഗണിച്ചേക്കാം എന്നും പറഞ്ഞില്ല. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, ഫഅഇന്നി
അലാ ദാലിക ബികസ്റത്തി സുജൂദ്, നിന്റെ സുജൂദ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കാരം വർദ്ധിപ്പിക്കണം, ജീവിതം നന്നാക്കണം, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ എൻ്റെ ഈ വിഷയത്തിൽ നിന്റെ ഇബാദത്ത് കൊണ്ട്, നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് എന്നെ നീ സഹായിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഞാൻ ഒരു ശ്രമം നടത്താം, പക്ഷെ ആ ശ്രമം നടത്തുമ്പം നമ്മൾ പഠിപ്പിച്ച മാർഗത്തിൽ എൻ്റെ കൂടെ നീ ഉണ്ടാകണം. ഇതാണ് ഇസ്ലാം, ഇതാണ് ദീന്, ഇതാണ് ഖുർആൻ, ഇതാണ് നമ്മൾ ഇന്ന് 20 റക്അത്തിൽ ഓതിക്കേട്ട വിശുദ്ധ ഖുർആനിൻ്റെ നിയമം പഠിപ്പിക്കൽ, ജീവിതം പഠിപ്പിക്കൽ. അത് പഠിക്കണം പ്രിയപ്പെട്ടവരെ. അത് നിസ്കാരത്തിൽ മാത്രം. ഇപ്പോൾ ദിക്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ദിക്ർ വേണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, നിസ്കാരം വേണം. നിസ്കാരവും ദിക്റും മാത്രം മതിയോ? അതുകൊണ്ട് നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ പൂർണ്ണമാവുമോ? നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ മെനഞ്ഞാന്ന് ഓതിയ സൂറത്തുൽ ഖമറിൽ ഒരു വചനമുണ്ട്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സ്വർഗത്തെക്കുറിച്ച്, ഇന്നും സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അള്ളാഹു പറഞ്ഞു. സ്വർഗത്തിൻ്റെ നിഅമത്തുകളിൽ ആർത്തുല്ലസിച്ച് ആർഭാടപൂർണമായ ആ സുഖലോലുപതയിൽ ആറാടി നിൽക്കുന്ന ചില ആളുകളെ കുറിച്ചിട്ട് അള്ളാഹു തആല പരിചയപ്പെടും. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ. മുത്തഖീങ്ങളായ ആളുകൾ സ്വർഗത്തിൻ്റെ സുന്ദരമായ അരുവികളിൽ, അതിൻ്റെ ഓരത്ത്, തീരത്ത് ഇങ്ങനെ സന്തോഷപൂർണമായ ജീവിതത്തിലായിരിക്കും എന്നത്. ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. രാജാതിരാജനായ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ ഒരു വലിയ പീഠത്തിൽ, ഒരു സ്ഥാനത്ത് അവരെ അള്ളാഹു ഇരുത്തുകയാണ് എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞില്ലേ? വലിയ മഹാനായ ഒരു സൂഫി, വലിയ മഹാനായ ഒരു ഷെയ്ഖിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ ഒരിക്കൽ വന്നു. ബോറടിക്കുന്നുണ്ടെങ്കിൽ എത്തിക്കാപ്പ് നിർത്തിയിട്ട് ഇറങ്ങി പോകാമെന്നല്ലാണ്ട് നമ്മൾ ബോറടിക്കാതെ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? മതിയാക്കണമെന്ന് തോന്നുന്നുണ്ടോ? മതിയാക്കിയിട്ട് പറയുന്ന പണി. നമ്മളേതായാലും രാത്രി ഹയാത്താക്കാൻ വന്നതല്ലേ, എത്തിക്കാപ്പിൻ്റെ നീയത്തും വെച്ച് പള്ളിയിലിരിക്കുക. സ്വർഗത്ത് ചോദിക്കാൻ വന്നതാണ്, നരകത്തിൽ നിന്ന് കാവൽ തേടാൻ വന്നതാണ്. സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞ് നമ്മൾ കേൾക്കാം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞ് നമുക്ക് കേൾക്കാം. അതല്ല ഏറ്റവും വലിയ അമല്, അതാണ് ഏറ്റവും വലിയ അമല്. അത് കഴിഞ്ഞാലാണ് ബാക്കി അമലൊക്കെ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, എനിക്കിങ്ങനെ വല്ലാത്ത മാനസിക പ്രശ്നം, കാരണം ദിവസം തീരാൻ പോവുക. ഇനിയിപ്പോൾ നാളെയും കൂടെ ഇങ്ങനെ ഇരുന്നാൽ എന്തെങ്കിലും പറയാൻ നിങ്ങൾ കേൾക്കൂ. നാളെ കഴിഞ്ഞ് മറ്റന്നാളെ ഞാൻ നിങ്ങളുടെ എല്ലാം കാല് പിടിച്ചിരുത്തിയാലും ആരും ഉണ്ടാവില്ല. ഞാനും എൻ്റെ മോനും എൻ്റെ 2 മക്കളും 5-6 നമ്മുടെ പിള്ളേരും അവരെ ആരും ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ദീനിൽ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിയായ വിഷയങ്ങൾ പറയാനുള്ള ആഗ്രഹം കൊണ്ടങ്ങ് പറഞ്ഞു പോവാണ്. അതിനേക്കാൾ ഉപരി എൻ്റെ പ്രിയങ്കരരായ ഈ സഹോദരങ്ങൾ ദീനിൻ്റെ പേരിൽ ഞങ്ങളെ സ്നേഹിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ അവരോട് ആ സ്നേഹത്തെ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വേറെ ഒന്നും നിങ്ങൾക്ക് തരാനില്ലല്ലോ നമ്മുടെ കയ്യിൽ, വേറെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ലല്ലോ. നമ്മുടെ ഇടയിൽ ഈ ബന്ധം ദീനിൻ്റെ പേരിലുള്ള ബന്ധമാണ്, ഖുർആനിൻ്റെ പേരിലുള്ള ബന്ധമാണ്. ആഖിറത്തിൽ സ്വർഗത്തിൽ അർശിൻ്റെ തണലിലും ഇതുപോലെ കൂടിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള അധ്വാനത്തിൻ്റെ മാർഗത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ചത്. അതുകൊണ്ട് ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് നീണ്ടുപോകും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ ഷേഖിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഒരു ദിവസം വന്നു. എന്നിട്ട് സ്വകാര്യമായി ശിഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഞാൻ സ്വപ്നത്തിൽ അങ്ങയെ കണ്ടു. എവിടെയാണ് കണ്ടതെന്നറിയോ? ഇൻദ മലീകി മുഖ്തദിർ. അള്ളാഹു സൂറത്തുൽ ഖമറിൽ പറഞ്ഞ ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ, സ്വർഗത്തിൻ്റെയും അരുവികളുടെയും ഒക്കെ ആ ശീതള ഛായയിൽ അങ്ങിങ്ങനെ വലിയ രാജകീയമായ പദവിയിൽ ഇരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. ഉസ്താദിനോട് ശിഷ്യൻ വന്ന് അങ്ങനെ പറയുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിന് പറഞ്ഞയച്ചു. സന്തോഷമൊക്കെ പറഞ്ഞിട്ട് ഈ ശിഷ്യൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം ഉള്ളിൽ നിന്ന് ഛട്ട ഫട്ട് ഛപ്പ് ഛപ്പ് എന്നൊരു സൗണ്ട്, ബഹളമൊക്കെ അല്ലേ. ഇടിയില്ല, മഴയില്ല, പിന്നെ എന്താ ഇത്? പൊളിഞ്ഞു വീഴുന്നത് പോലെ ഒച്ചപ്പാടും ബഹളവും. അപ്പോൾ ഈ ശിഷ്യൻ അറിയാതെ കാത് കുറിപ്പ് എന്ത് സംഭവിച്ചു എന്ന് നോക്കണ്ടേ, ഉസ്താദിന് എന്താ പറ്റിയെന്ന് നോക്കണ്ടേ. നോക്കുമ്പം ഉള്ളിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പ്രസിഡന്റ് അവറുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബോംബ് വർഷത്തിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അങ്ങനെയാണല്ലോ, ഇസ്രായേൽ എന്നാണ് നമ്മൾ അവരെ വിളിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല ഒരു സാങ്കേതിക പദം. എൻ്റെ ശബ്ദ പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ഇതങ്ങ് ഡിലേറ്റ് ചെയ്തേക്കാം. ഇസ്രായേൽ എന്നാണ് അവർക്ക് വിളിക്കാൻ കൊള്ളാവുന്ന ഒരു പേര്. കാരണം ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ബോംബ് പൊട്ടിക്കുക. ഒരു പാവം ശിഷ്യൻ വന്ന് ഉസ്താദിനെ അങ്ങേയറ്റം ബഹുമാനിച്ചിട്ട് ഞാൻ അങ്ങേ സ്വർഗത്തിൽ നേരിട്ട് സ്വപ്നം കണ്ടിട്ട് വരിക എന്നൊക്കെ പറഞ്ഞപ്പോൾ അടുക്കളയിലിരിക്കും
സ്വർഗത്തിലല്ല നിങ്ങളെ കാണുക. അവിടുന്ന് ബഹളവും ഒച്ചയുമ്പോഴും എല്ലാം ഈ സൗണ്ട് കേട്ട് ബേജാറായിട്ട് ആ ശിഷ്യൻ മെല്ലെ പുറത്ത് പോയിട്ട് 1 മിനിറ്റ് എന്ന് പറയാം. ഇതൊക്കെ എൻ്റെ ഭാഷയാണ്, നിങ്ങൾ കിതാബ് തുറന്ന് നോക്കിയിട്ട് ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ എന്നെ ചോദ്യം ചെയ്യരുത്. 1 മിനിറ്റ് ഉസ്താദ് ഒന്നിങ്ങോട്ട് വന്നതാണ്. പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ വലിയ സങ്കടമുണ്ട്. ഞങ്ങൾ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഷെയ്ഖ് ഇങ്ങനെ ഒരു പെണ്ണിനാൽ പരീക്ഷിക്കപ്പെടരുത്, ഒരു പെണ്ണിനാൽ ഭരിക്കപ്പെടരുത്, ഒരു പെണ്ണിനാൽ ഇങ്ങനെ മനോവേദനയിൽ അകപ്പെടുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഉസ്താദേ, തലാഖ് നമുക്ക് അള്ളാഹു അനുവദിച്ചിട്ടില്ലേ? തലാഖ് പറഞ്ഞ് ഇളക്കിക്കളാം അല്ലേ? തലാഖ് പറഞ്ഞ് ഇളക്കി എങ്ങനെ സഹിക്കുന്നത്? ഒരു സെക്കൻഡ് ഞാൻ അവിടുന്ന് സഹിച്ചപ്പോഴത്തേക്ക് എനിക്ക് ബേജാറായിപ്പോയി. നിങ്ങൾ എങ്ങനെയാണ് സഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് നമ്മൾ പറയുന്നത് പോലെ കുറേ നാളായി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു, എന്നെപ്പോലത്തെ ഒരു കൊട്ടേഷൻ്റെ ആൾ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിക്കായിരുന്നു എന്നൊന്നും പറയുന്നതിന് പകരം ആ ഉസ്താദ് പറഞ്ഞു, മോനെ നീ പറഞ്ഞതെല്ലാം ശരിയാ, ഇത് സഹിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. തലാഖ് ചൊല്ലണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഇന്നത്തെ കാലം വളരെ മോശമായി പോയില്ലേ? തലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് ഓള് 500 ദിർഹം ആവശ്യപ്പെടുന്നു. എന്നെക്കൊണ്ട് അരി വാങ്ങാൻ നിവൃത്തിയില്ലല്ലോ, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലല്ലോ, 500 ദിർഹം ഞാൻ എവിടുന്ന് കൊടുക്കാം? അതുകൊണ്ട് 500 ദിർഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ബലാലിനെ ഞാനിങ്ങനെ സഹിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ഉസ്താദ് വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അദ്ദേഹം ഈ ശിഷ്യനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ട് ഉസ്താദിനോട് അനുകമ്പയോടുകൂടി ഒരു കാര്യം പറഞ്ഞിട്ട് കോടാനിൻ്റെ പണിക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചും പിടിച്ചോ അങ്ങ് ജീവിച്ച് മരിച്ചോളാം എന്ന് പറഞ്ഞു വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. 500 ദിർഹം ഓള് ചോദിക്കുന്നത് എങ്ങനെ കൊടുക്കാം? എൻ്റെ കയ്യിൽ ഇല്ല മോനെ, അതുകൊണ്ടാണ് നീ തൽക്കാലം പോയിക്കോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ ശിഷ്യൻ പോയി. ഉസ്താദ് പാവപ്പെട്ടവനാണ്, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തവനാണ്. അതുപോലെ സ്വാഭാവികമായിട്ടും ഈ ഉസ്താദിൻ്റെ ശിഷ്യനും കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത വേറെ ഏതെങ്കിലും സറാമ്പിയിലെ മൂലാറായിരിക്കൂലേ, ഏതെങ്കിലും ഉസ്താദായിരിക്കൂലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായി. നമ്മുടെ ഉസ്താദ് ഇങ്ങനെ സഹിക്കുകയോ, നമ്മുടെ ഷേഖ് ഇങ്ങനെ സഹിക്കുകയോ? ആ പാവം പുറത്തു പോയി അന്ന് മുതൽ അധ്വാനിച്ചു, പലരോടും കടവും ഇടവും ഒക്കെ വാങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വന്നിട്ട് ഉസ്താദിനെ രഹസ്യമായിട്ട് വിളിച്ചു, 500 ദിർഹം വേഗം ഒഴിവാക്കി കളാന്ന് പറഞ്ഞു. 500 ദിർഹം ഒഴിവാക്കിയിട്ട് കഴിച്ചിലായിക്കോളൂ, മനസമാധാനത്തോടു കൂടി ജീവിച്ചൂടെ? എന്തിനാ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ഭാരം തലയിൽ കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഈ 500 ദിർഹം രഹസ്യമായിട്ട് ഉസ്താദിന് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ എന്നെ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് പറഞ്ഞ അത്യുന്നതമായ സ്വർഗത്തിലെ സ്ഥാനത്തിരിക്കുന്നത് സ്വപ്നം കണ്ടില്ലേ? ഈ അത്യുന്നതമായ സ്ഥാനത്ത് ഞാൻ സന്തോഷത്തോടു കൂടി ഇരുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ ദർസ് കൊണ്ടല്ല, എൻ്റെ നിസ്കാരം കൊണ്ടല്ല, എൻ്റെ പള്ളിയിലെ പണി കൊണ്ടല്ല. ഞാൻ ഈ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്വഭാവ ദൂഷ്യത്തെ സഹിച്ച് ക്ഷമിച്ച് സബർ ചെയ്ത് അവളോടൊപ്പം ജീവിക്കുന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ് അല്ലാഹു തആല എനിക്ക് ഈ ഉന്നത സ്ഥാനം തന്നത് മോനെ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ശരിക്കും മനസ്സിലാക്കണം. ഖുർആൻ ഓതുകയും ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച മഹാത്മാക്കളുടെ ജീവിതത്തെ നമ്മളുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുകയും എന്നിട്ട് ഈ റമദാനിൻ്റെ പുണ്യമായ നാളുകളിലൂടെ നമ്മളുടെ ജീവിതത്തെ തിരുത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വലിയ നിസ്കാരം നടത്തിയതിൻ്റെ പേരിൽ സ്വർഗത്തിലെത്തിയതല്ല, ഞാൻ വലിയ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ സ്വർഗത്തിലെത്തിയതല്ല. എൻ്റെ ജീവിതത്തിലെ നിസ്കാരവും നോമ്പും പ്രസംഗവും തഅലീമും ഖുർആനും അതൊക്കെ ഉള്ളതിനേക്കാളും അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ പച്ചയായ ചില പെരുമാറ്റ ദൂഷ്യങ്ങളെ സഹിക്കേണ്ടി വരും, സബർ ചെയ്യേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. ഈ സഹനം, ഈ ക്ഷമ, ഇതൊക്കെ എൻ്റെ പരലോകത്തെ ദറജ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട പുരുഷന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ കാര്യം പറയാമെന്ന്. ഇതിനേക്കാളും ഉയർന്ന സ്വർഗത്തിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ ഭാര്യമാർ ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം എന്നെപ്പോലത്തെ ഭീകരജീവികളെ അവർ സഹിച്ച് 23ൻ്റെ കൂടെ ഒരു 230 റക്കാത്ത് നിസ്കരിക്കാൻ അവർക്ക് പ്രയാസമൊന്നുമില്ല. ഈ 23 നിസ്കരിച്ചിട്ട് വീട്ടിലോട്ട് കയറി വരുന്ന ഈ കാടനെ ഒന്ന് സഹിക്കണമെങ്കിൽ, അല്ലേ, ഈ ഭീകരനെ ഒന്ന് സഹിക്കണമെങ്കിൽ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ തലക്കെട്ടുണ്ട്, നിങ്ങളുള്ള ജുബ്ബയുണ്ട്, പക്ഷെ ഞാൻ പുരക്കത്തുമ്പോൾ ഈ തലക്കെട്ടൊക്കെ ഊരി വെക്കൂലേ? പുരക്കത്തുമ്പോൾ ഞാൻ ഈ ജുബ്ബ ഊരി വെക്കൂലേ? തലക്കെട്ടൊക്കെ ഊരി ജുബ്ബൊക്കെ ഊരി ഞാൻ ആരാന്നുള്ളത് നിങ്ങൾ കാണണം. അത് നിങ്ങൾ കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ജുബ്ബ ഊരുന്നത്, നിങ്ങൾ ഷർട്ട് ഊരുന്നുണ്ട്, നിങ്ങൾ പാൻറ് ഊരുന്നുണ്ട്. അത് ഊരിയതിന് ശേഷം തനി നിറത്തോടുകൂടി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഓരോ ദിവസവും ഭൂകമ്പം സൃഷ്ടിക്കുന്ന പുരുഷന്മാരും ശ്രദ്ധിക്കണമേ എന്നാണ് ഖുർആൻ പറഞ്ഞത്. പുരുഷന്മാർക്ക് മാത്രമല്ല സ്വർഗം, സ്ത്രീകൾക്ക് മാത്രമല്ല സ്വർഗം. 2 വിഭാഗം നോക്കണം. നമ്മൾ പരസ്പരം നമ്മുടെ പെരുമാറ്റത്തെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും നമ്മുടെ പെരുമാറ്റത്തിലൂടെ പടച്ചവൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു പ്രതിഫലം തരിക.
ഓരോ വിഷയങ്ങളും നമ്മൾ ആലോചിച്ചാൽ മതി, ഓരോ വിഷയങ്ങളും നമ്മൾ ആലോചിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിൽ, നമുക്ക് പരിചയപ്പെടുത്തി തന്ന ദീനിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമുണ്ട്, എല്ലാ മേഖലകളുമുണ്ട്. നമ്മൾ നല്ല ഭർത്താവാണ്, നല്ല വാപ്പയാണ്, നല്ല മകനാണ്, അതുപോലെ നല്ല മകളാണ്, നല്ല ഭാര്യയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ നാവ് മോശമാണെങ്കിലോ, നമ്മുടെ പെരുമാറ്റം മോശമാണെങ്കിലോ, വേറൊരാൾക്ക് ഒന്നും കൊടുക്കാൻ മനസ്സില്ലാത്ത തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ, അതൊക്കെയാണല്ലോ ഇന്ന് ഖുർആൻ നമ്മളെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞതെല്ലാം ചെയ്യും, പക്ഷേ ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാതായി പോയാലോ, സത്യസന്ധത ഇല്ലാതായി പോയാലോ, കച്ചവടത്തിൽ സൂക്ഷ്മത ഇല്ലാതായി പോയാലോ, ആരാൻ്റെ ഹക്ക് പിടിച്ചു പറിക്കുന്നതിൽ നമുക്ക് ഭയമില്ലാതായി പോയാലോ, നമ്മുടെ ഈ പറയുന്ന എല്ലാ രംഗത്തെയും കൃത്യമായ നിലയിൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിട്ട് 100% പാസ്സായ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് പടച്ചവൻ്റെ മുമ്പിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ അള്ളാഹു മുത്തഖി എന്ന് വിളിക്കുന്നത്. മുത്തഖി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ക്ലിയർ ചെയ്തുകൊണ്ട് അവിടെ പോയാൽ ആ സർട്ടിഫിക്കറ്റ് ചെയ്യില്ല, ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഒരു പ്രദേശത്ത് നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു, നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പള്ളിയിൽ വരും, ഫർള് നിസ്കരിക്കും. സാധാരണ നല്ല മനുഷ്യരെന്ന് പറയുന്ന വലിയ വലിയ ആളുകളെ കാണുന്നത് നിസ്കാരത്തിന് മുമ്പ് കുറേ സുന്നത്ത് നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും കുറേ സുന്നത്ത് നിസ്കരിക്കുന്നു, കുറേ ദിക്ർ പറയുന്നു, കുറേ ഖുർആൻ ഓതുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. അവരെക്കുറിച്ചിട്ടാണ് നമ്മൾ നല്ല മനുഷ്യന്മാരെന്നും വലിയ ആളുകളെന്നൊക്കെ പറയാറുള്ളത്. പക്ഷേ ഇദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. അദ്ദേഹം അങ്ങനെ വലിയ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല, അതിന് സമയമില്ല. മൂപ്പര് പെട്ടെന്ന് വന്ന് ഫർളൊക്കെ നിസ്കരിച്ച് എല്ലാവർക്കും കൈ കൊടുത്ത് ചിരിച്ചിട്ട് വേഗം അങ്ങ് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോകും. പക്ഷേ ജനങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. കാണുമ്പോഴൊക്കെ കൈപിടിച്ചിട്ട് എനിക്കും ദ്വാരക്കണേ എന്നൊക്കെ പറയും. എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ ബാഹ്യമായ നോട്ടത്തിൽ വലിയ അമലുകളൊന്നും കാണുന്നില്ല. ആ നാട്ടിലെ ഒരു കച്ചവടക്കാരനായ ചെറുപ്പക്കാരന് ഇയാളുടെ മഹത്വത്തെക്കുറിച്ചിട്ടൊരു സംശയം വന്നു. ഇയാളിങ്ങനെ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, വലിയ ആളാ പോലും 2 റക്അത്ത് സുന്നത്ത് പോലും നിസ്കരിക്കാനായ കഴിവില്ല, ഒരു 10 ദിക്ർ പറയാനായ കഴിവില്ല. ഞങ്ങളൊക്കെ 2-ന് വരെ എത്ര സുന്നത്ത് നിസ്കരിക്കും, എത്ര ദിക്ർ, എന്നിട്ട് നാട്ടുകാരല്ല ഇയാളെയാണ് പുണ്യവാളൻ എന്ന് വിളിക്കുന്നത്. എപ്പോൾ നോക്കിയാലും പുറത്ത്. അങ്ങനെ ഇയാളെക്കുറിച്ച് സംശയദൃഷ്ടിയോടുകൂടി ചെറുപ്പക്കാരൻ പിന്നാലെ നടക്കുമായിരുന്നു എന്നാണ്. ഒരു ദിവസം ജുമാ നിസ്കാരത്തിന് പോലും സമയത്ത് ഇയാൾ വന്നു, ഫർള് നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് ഇറങ്ങി. ഈ ചെറുപ്പക്കാരന് വാശിയായി, അയാൾ കൂടെ പോയി. രഹസ്യമായ നിലയിൽ ചെറുപ്പക്കാരൻ പുറയിൽ അദ്ദേഹത്തെ പിന്തുടർന്നു. മെല്ലെ പോയി നോക്കുമ്പം നിസ്കാരത്തിന് ശേഷം ഓടി ഇറങ്ങി കമ്പോളത്തിലൂടെ നടന്നു പോകുന്ന ഈ മനുഷ്യൻ സുന്നത്ത് പോലും നിസ്കരിക്കാതെ, വലിയ പുണ്യവാളനാണെന്ന് നാട്ടുകാർ പറയുന്ന ഈ മനുഷ്യൻ നേരെ പോയി വളരെ രുചികരമായ ഭക്ഷണം വിളമ്പി വിൽക്കുന്ന ഒരു ഹോട്ടലിൽ, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ നിന്നു. അവിടുന്ന് ചൂട് റൊട്ടിയും കബാബും ഒക്കെ വാങ്ങി ഒരു സഞ്ചിക്കകത്താക്കിയിട്ട് നടന്നു. അപ്പോൾ ഈ ചെറുപ്പം വെറുതെ അല്ല 2 റക്അത്ത് നിസ്കരിക്കാൻ പോലും കൂട്ടാക്കാതെ ഇങ്ങനെ ചൂട് ഫുഡ് വാങ്ങുക, അടിച്ചു പൊളിക്കുക, അല്ലേ, സുഖം എടുക്കുക, എന്നിട്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ വലിയ പുണ്യവാളാണെന്ന് പറയാം. അങ്ങനെ വിടാൻ പറ്റില്ല, അറിയണമല്ലോ ഇയാൾ എവിടെയാ പോകുന്നത്. നോക്കുമ്പോൾ അയാൾ നടന്ന് നഗരം വിട്ടിട്ട് വിജനമായ ഒരു മരുഭൂമിയിലേക്ക് ഇങ്ങനെ നടക്കുന്നു. ഇതെവിടെയാപ്പോൾ അയാൾ പോകുന്നത്? അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കല്ല. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ ടച്ചിങ് ഒക്കെ വാങ്ങിയിട്ട് ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് ചങ്ങായിമാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഇരുന്ന് അടിച്ചു പൊളിക്കേണ്ട പരിപാടി ആയിരിക്കുമല്ലേ എന്ന് വിചാരിച്ച് ചെറുപ്പക്കാരൻ പിന്നെയും പിന്തുടർന്നു. കുറേ ദൂരം നടന്നു പോയപ്പം ആ ഒഴിഞ്ഞ കോണിൽ ചെറിയൊരു കൊച്ചു കൂര. ആ കൂര എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു വീഴാനായി. അതിന് വാതിലൊന്നുമില്ല, ഒരു ചാക്ക് കൊണ്ട് മറയ്ക്കപ്പെട്ട വാതിൽ. ഈ മനുഷ്യൻ തൻ്റെ കയ്യിലെ ഫ്രഷ് ഭക്ഷണം, ചൂടുള്ള ഭക്ഷണവും കൊണ്ട് ആ ചാക്കിൻ്റെ വിരി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇയാൾ പുറയിൽ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുക. ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പം വയസ്സായ കൂനിപ്പൊത്തിയ ഒരു സാധുവായ ഒരു മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ, കണ്ണു കാണാത്ത ആൾ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ് അംഗവൈകല്യത്തോടുകൂടി. ഈ മനുഷ്യൻ അടുത്ത് വന്ന് സലാം പറഞ്ഞപ്പോൾ മോനെ നീ വന്നോ? ഞാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. താൻ കൊണ്ടുവന്ന ഈ ഭക്ഷണത്തിൻ്റെ പൊതി നിവർത്തി അതിൽ നിന്നും ഓരോരോ പീസുകൾ അതിൻ്റെ കഷ്ണങ്ങളോടൊപ്പം ആ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ചവച്ച് കഴിയുന്നത് വരെ കാത്തു നിൽക്കുക, നല്ല വർത്തമാനങ്ങൾ പറയുക.
കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ തൻ്റെ കീശയിൽ നിന്ന് ടവലെടുത്ത് ആ മനുഷ്യൻ്റെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തു, ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ബാപ്പാ, ഇന്ന് ഞാൻ ജുമായായിരുന്നു, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ പോലും ഞാൻ നിന്നില്ല, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല. ഞാൻ വേഗം അങ്ങ് വിശന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് അങ്ങേക്ക് ഭക്ഷണം തരാൻ ഓടി വന്നതാണ്. ഇങ്ങ് എന്നെ വിടുകയാണെങ്കിൽ ഞാൻ പോയി സുന്നത്ത് നിസ്കരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ മെല്ലെ എണീറ്റ്, മോനെ, എൻ്റെ സ്വന്തം മക്കൾ എന്നെ ഇങ്ങനെ നോക്കിയില്ല, എൻ്റെ സ്വന്തം മക്കളാൽ ഞാൻ ഒറ്റപ്പെടുത്തപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത് ഈ കുടിലിൽ കഴിയാണ്. എൻ്റെ മക്കൾ അവരെന്നെ നോക്കിയില്ല. എൻ്റെ മകനല്ലാത്ത ഒരു സാധാരണക്കാരനായ നീ, കണ്ണുപോലും കാണാത്ത എന്നെ എൻ്റെ പ്രശംസകളൊന്നും പ്രതീക്ഷിക്കാതെ ഇത്ര കൃത്യമായ നിലയിൽ പോറ്റി വളർത്തുന്നതിന് പടച്ചോൻ നിനക്ക് കൂലി തരും മോനെ, പടച്ചോൻ നിന്നെ കബൂലാക്കും മോനെ, പടച്ചോൻ നിനക്ക് വലിയ മഹത്വം തരും മോനെ. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് കുറേ ദുആ ചെയ്തു. പുറത്തുനിന്ന് ആ ചെറുപ്പക്കാരൻ അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. പടച്ചോനെ, വെറുതെ അല്ല ഈ മനുഷ്യനെ ആളുകൾ ഇങ്ങനെ ആദരിക്കുന്നത്, വെറുതെ അല്ല ഈ മനുഷ്യനെ നാട്ടുകാരുടെ കണ്ണിൽ പുണ്യവാളനായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ മനുഷ്യൻ നമ്മളെപ്പോലെ നമ്മളുടെ സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ ഞാൻ വലിയ ആളായി എന്ന് വിചാരിച്ച ആളല്ല, നമ്മുടെ ദിക്റുകളിലൂടെ വലിയ ആളായി എന്ന് വിചാരിച്ച ആളല്ല, നമ്മുടെ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലൂടെയും അമലുകളിലൂടെയും വലിയ ആളായി എന്ന് വിചാരിച്ച ആളല്ല, നമ്മൾ വിചാരിച്ചിടത്തല്ല. ഈ മനുഷ്യൻ രഹസ്യമായ നിലയിൽ ചെയ്യുന്ന ഈ നന്മകളാണ് പുണ്യം, ഈ നന്മകളാണ് പടച്ചവൻ ഇഷ്ടം. ഈ നന്മകളുടെ പേരിലാണ് അല്ലാഹു തആല ഈ മനുഷ്യർ ഇത്രയും വലിയ അംഗീകാരം നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഓരോ ആയത്തുകളിലും ഓരോ സൂറത്തുകളിലും അല്ലാഹു പ്രത്യേകം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയൊക്കെ പറയുന്നത് മനുഷ്യരോട് നല്ല നിലയിൽ പെരുമാറണം, മനുഷ്യന്മാരോട് നല്ല നിലയിൽ പെരുമാറണം, മനുഷ്യന്മാരോട് സ്നേഹത്തോടെ പെരുമാറണം, അവർക്ക് സാധിക്കുന്നത് പോലത്തെ ഉപകാരങ്ങൾ ചെയ്യണം, അവർക്ക് സാധിക്കുന്നത് പോലത്തെ ഉപകാരങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിടത്തൊക്കെ നമുക്ക് വരികൾക്കിടയിൽ വായിക്കാൻ അല്ലാഹു തആല ഒരു സന്ദേശം നൽകി. സാധിക്കുന്നിടത്തോളം ഉപകാരം ചെയ്യണം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഉപകാരമെന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെ നീ സഹിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് കേടുകൊണ്ട് പക്വതക്കുറവ് കൊണ്ട് അവരിൽ നിന്നുമുണ്ടാകുന്ന ഉപദ്രവങ്ങളെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിക്കാൻ നിനക്ക് കഴിയുക എന്നുള്ളതാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം എന്നതാണ് ഇസ്ലാമിൻ്റെ പാഠം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ 10-30 ദിവസക്കാലമായി ഖുർആൻ ഓതുന്നു, അത് പ്രസംഗിച്ച് കേൾക്കുന്നു, എത്തിക്കാഫിരിക്കുന്നു, നിസ്കരിക്കുന്നു, ഇബാദത്തുകൾ എടുക്കുന്നു. ഈ ഇബാദത്തുകളുടെ ഒക്കെ പരിണിത ഫലമായി, അതിൻ്റെ അനന്തര ഫലമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു എന്ന് നമ്മൾ വിലയിരുത്തണം. ജീവിതത്തിൽ ഞാൻ വെറുതെ തമാശക്കൊക്കെ പറഞ്ഞാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഭാര്യയോടുള്ള സംസാരത്തിൽ, മക്കളോടുള്ള സംസാരത്തിൽ, അവരോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ കൂട്ടുകാരുമായുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നാട്ടുകാരുമായുള്ള നമ്മുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, അയൽവാസികളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്ക് എന്ത് മാറ്റം കിട്ടി എന്ന് ആലോചിക്കണം. അഥവാ നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയാൻ, നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയാൻ ഏറ്റവും ഉത്തമമായ ഒരു പരിശോധനയും പരീക്ഷയും ഇതാണ്. അള്ളാഹു ഈ പരീക്ഷയിൽ പാസ്സാകാൻ നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. അതിനനുസരിച്ച് നമ്മുടെ അമലുകളെ അള്ളാഹു അസറുള്ള അമലുകളാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഒരു അമലും അള്ളാഹു തള്ളിക്കളയാതെ അവൻ കരുണ കാണിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഇനിയും ഇങ്ങനത്തെ റമദാനിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു